കേരളത്തിലെ ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി സുന്ദരങ്ങളായ ഗ്രാമക്കാഴ്ചകൾ മറയുകയാണ്. നമ്മുടെ തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ നിന്ന് ശാന്തസുന്ദരമായ ഒരിടം തേടി കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പലരും ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആനവാരി എന്ന ഗ്രാമം. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് പാലക്കാട് പോകുന്ന വഴി കുതിരാൻ തുരങ്കം കഴിഞ്ഞ് വാണിയമ്പാറയിൽ നിന്ന് വലത്തോട്ട് 7 കിലോമീറ്റർ യാത്ര ചെയ്താൽ വനാതിർത്തിയോട് ചേർന്ന പ്രകൃതി സുന്ദരമായ ആനവാരി എന്ന ഗ്രാമത്തിലെത്താം. തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ പീച്ചി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശമാണ് ആനവാരി. ഡാമിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെ കിഴക്കുഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. 60 വർഷങ്ങൾക്ക് മുൻപേ ഇവിടം ജനവാസ മേഖലയാണ്. ഇപ്പോൾ 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്നു. വർഷം മുപ്പാട്ടോടെ വന്നിട്ടുണ്ട്. ഡാം പണി ഡാമിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു പൂവുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇരിക്കുന്നിടത്ത്. ഈ പൂവട്ടുമ്പോൾ വന്ന് ആന ഉരച്ചിട്ടാണ് ആന ബാക്കി സ്ഥലങ്ങളിലേക്ക് പോവുക. അപ്പോൾ ആന, കാട്ടുപോത്ത്, പുലി, എല്ലാ മൃഗങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോൾ കുരങ്ങ്, മലയണ്ണ, ഇതിൻ്റെ ശല്യം ഭയങ്കര, ആനയുടെ ശല്യവും ഭയങ്കര. ഇപ്പോൾ ഇവിടെ കിടക്കാൻ പറ്റാത്ത രീതിയായി. ആനവാരി നിവാസികൾക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ പ്രകൃതിയുടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും സംരക്ഷണവും ഇവർക്ക് ലഭിക്കുന്നു. ശുദ്ധമായ വായുവും കാറ്റും മഴയും ഇവർക്കിവിടെ സ്വന്തമാണ്. എല്ലാ കുടുംബാംഗങ്ങളും പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിതം മുന്നോട്ട് നീക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവർക്കുള്ള ധൈര്യം എല്ലാവരും കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്.
അപ്പം നെല്ലുണ്ടായിരുന്നു അടുത്ത്. ആ നെല്ല് നിന്നിട്ട് ആന കയറി വന്നു വീടിൻ്റെ അവിടേക്ക്. വീടിൻ്റെ അവിടെ വന്നിട്ട് അമ്മയും അപ്പനും കട്ടുമ്മ കിടക്കണ്ടായിരുന്നു. ഇങ്ങനെ ചിറ്റി തുമ്പോണ്ട് ഊതി. അപ്പോഴാണ് അറിയുന്നത്. അപ്പം 3-4 നായ്ക്കളുണ്ടായിരുന്നു. നായ്ക്കളെല്ലാവരും കൂടി ആനയെ ഓടിച്ചു. അങ്ങനെ ഞങ്ങൾ ആനവാരി എന്ന് പേരിട്ടതിന്. അതാണ് ആനവാരി. ആ ഞങ്ങൾ തുമ്പികൊണ്ട് ഊതിയാന. അപ്പോഴാണ് അവരറിയുന്നത്. നെല്ല് മുഴുക്കം തീറ്റ കഴിഞ്ഞു. അതുവരെ അറിഞ്ഞില്ല, നായ്ക്കളും അറിഞ്ഞില്ല. ഞങ്ങളിവിടെ സ്കൂളിൽ പോകാനുള്ള ആ സമയത്തൊക്കെ യാത്രാ ദുരിതം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ രാത്രിയേട്ടൻ പറഞ്ഞ പോലെ ഈ കാട്ടിക്കൂടെ ഒറ്റയ്ക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കാരണന്മാർ കൂടെ വന്ന് സ്കൂളിൽ കൊണ്ടാക്കും, തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ശരിക്കും അവർക്ക് ജോലി ചെയ്യാൻ ഒന്നും പറ്റാത്തൊരവസ്ഥ ആയിരുന്നു. ഈ കുട്ടികളെ കൊണ്ട് നടന്നാൽ പോരല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കൂട്ടായിട്ട് ഒരു ടീം പോലെയൊക്കെ ആയിട്ട് പോയി വരും. പിന്നെ ഇവിടെ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായിരിക്കുന്നു. നാളികേരം വീടിനൊക്കെ പാട്ടുപന്നി കൊണ്ടുപോകുക. പിന്നെ മലയെണ്ണാൻ അങ്ങനെയുള്ള കാട്ടുജീവികളെ കൊണ്ട് ഇവിടെ ദുഷ്കരമായിരിക്കുന്നു. നാളികേരം വീണത് മുഴുവനും പന്നി എടുത്തിട്ട് പോകും. പിന്നെ ഈ മറ്റുള്ള ഉപദ്രവങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ ഈ മാൻ, അതിൻ്റെയൊക്കെ ശല്യങ്ങൾ കാരണം ഇവിടെ പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊന്നും കാര്യമായി നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ഏരിയയാണിത്. വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി താമസമാക്കിയ മലയോര ഗ്രാമമായ ആനവാരി നിവാസികൾ പറയുന്നത് ഈ അടുത്ത കാലത്തുണ്ടായത്രയും വന്യമൃഗങ്ങളുടെ ശല്യപ്പെടുത്തൽ മുമ്പെങ്ങും ഇല്ലായിരുന്നു എന്നാണ്. ഒരു രാത്രി അവസാനിക്കുമ്പോൾ മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് വളർത്തിയ കൃഷി പാടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ ഇവർക്ക് കഴിയുന്നുള്ളൂ. പല രാത്രികളിലും കൃഷിയിടങ്ങളിൽ കാട്ടാനകളുടെ വരവും കാത്ത് ഉറങ്ങാതെ കാവലിരിക്കേണ്ടി വരുന്നു. റബ്ബറ് പറ്റി പാല് ഉൽപാദനമില്ല. കാലാവസ്ഥയുടെ മോശം കാലാവസ്ഥയായിരുന്നു. പിന്നെ ഇതിന് വിട്ട് പച്ചക്കറിയിലേക്ക് തിരിഞ്ഞു. പച്ചക്കറി ആണെങ്കിൽ കോവലിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ്, കരിഞ്ഞ് നിൽക്കുകയാണ്. തണുപ്പില്ല. കാലാവസ്ഥയുടെ മോശം കാരണം വേറെ ഈ പൂപ്പല് മാതിരിയുള്ളൊരു ജീവികളുടെ ഇത് കാരണം അത് മരുന്നടിച്ചിട്ടും മാറുന്നില്ല. അവർ പുകയില കഷായം അടിക്കാൻ പറയുന്നുണ്ട്. അതൊന്നും അടിച്ചിട്ട് പുകയില നമ്മൾ കഴിക്കേണ്ട ലക്ഷണത്തിലേക്ക് എത്തുന്നത്. 8 കിലോമീറ്ററോളം ഉള്ളിൽ നിന്ന് വാണിയമ്പാറന്ന് നടന്നാണ് ആദ്യമൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ അന്ന് വരുമ്പോൾ മൃഗങ്ങൾ കുറേശ്ശെ വഴിയിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഈ വേലി വന്നതോടുകൂടിയിട്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യത്തിൽ ഇങ്ങോട്ട് നടന്നു വരാനുള്ള സംവിധാനമായി. ഇനി കുറച്ചും കൂടി ഇടാനുണ്ട്. അതൊന്ന് ഇട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. എൻ്റെ ചെറുപ്പകാലത്ത് ഫോറസ്റ്റുകാർ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓടി കളിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ
PH ഡിപ്പാർട്ട്മെൻറ്റ് റേഞ്ച് ഓഫീസറല്ല, DFOയുടെ ജീപ്പായാലും നമ്മുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ നിർത്തി നമ്മളോട് വിശേഷം ചോദിച്ച് പോകുന്നൊരവസ്ഥയാണ്. ആൾക്കാരും ജനങ്ങളുമായിട്ട് ഭയങ്കര ഒരു നല്ലൊരു ഇൻറ്റിമേറ്റ് കണക്ഷനാണ് അവരുള്ളത്. അത് വളരെ എല്ലാവർക്കും വളരെ ഗുണം ചെയ്യുന്നുണ്ട്, കാടിനും ഗുണം ചെയ്യുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് ഇവിടെ കാട്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ കാട് മൊത്തം കത്തി നശിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ EDC വന്നതോടുകൂടി ജനങ്ങൾ കൂട്ടായി ടോർച്ചും ലൈറ്റുമായിട്ട് രാവായാലും പകലായാലും പോയി അതൊക്കെ തല്ലിക്കെടുത്തി വനത്തിന് വലിയ ഒരു മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല പച്ചപ്പുള്ളൊരു മേഖലയായിട്ടുണ്ട്. പഴയ പോലെ നായാട്ടോ മറ്റ് മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ടാവാറില്ല. നല്ല ഒരു സമീപനമാണ് ഇവിടെയുള്ള ജനങ്ങളും നാടുമായിട്ട് പോണത്. വളരെ കാലങ്ങൾക്ക് മുമ്പ് കുടിയേറി താമസിച്ച് ഉപജീവനമാർഗം നയിച്ചിരുന്ന ഒരു സമൂഹമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പഴയ കാലഘട്ടങ്ങളിൽ ഇവിടേക്ക് റോഡില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും വെളിച്ചമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നന്നായി അനുഭവിച്ച ഒരു പ്രദേശമാണ്. പിള്ളേരെല്ലാം സ്കൂളിലേക്ക് വിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് അനുഭവിച്ച ഒരു പ്രദേശം കൂടിയാണ്. ഇപ്പോൾ അതിനെല്ലാം ഒരു പരിധിവരെ മാറ്റം വന്നിട്ട് ഇപ്പോൾ പിള്ളേരെല്ലാം ഉയർന്ന വിദ്യാഭ്യാസത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവിടേക്കുള്ള ഏകദേശം റോഡിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ വെളിച്ചം എത്തിക്കുന്നതിനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേയധികം വികസന പ്രവർത്തനങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഞാനിവിടെ മെമ്പറായി വന്നതിന് ശേഷം ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാം ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1-2 വർഷത്തിനകം ഈ പ്രദേശത്തെ റോഡിൻ്റെയും വെള്ളത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും എല്ലാം പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒപ്പം തന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ സ്ഥലത്ത് ഇവിടുത്തെ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മുൻകാലങ്ങളിൽ അവർ ആശ്രയിച്ചിരുന്ന മീൻപിടുത്തം അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയെല്ലാം വളരെയധികം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു നിത്യവരുമാനവും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രകൃതിക്ക് അനുയോജ്യമായ ഭംഗിയുള്ള ഒരു ബോട്ടിംഗ് സൗകര്യം ഉൾപ്പെടെ ഒരു വിനോദസഞ്ചാരമാക്കാൻ വേണ്ട ഒരു ഇടപെടൽ എന്തായാലും ഞങ്ങൾ MLAയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പ്രദേശത്തെ ഒരു അറിയപ്പെടുന്ന സ്ഥലമാക്കാൻ കഴിയും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വാസം. ഈ ആനവാരിയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ അകലെയാണ് മാമ്പാറ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. പോവുകയാണെങ്കിൽ 2 മണിക്കൂർ വഞ്ചിയിൽ യാത്ര ചെയ്താൽ അവിടെ എത്താൻ പറ്റും. ഈ മാമ്പാറ വെള്ളച്ചാട്ടം ഈ ആനവാരി ഇതും കൂടി ബന്ധിപ്പിച്ച് ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഈ EDCക്ക് അല്ലെങ്കിൽ വനം വകുപ്പിന് ഒരു വരുമാന മാർഗവുമാകും. വരുന്ന സഞ്ചാരികൾക്ക് നല്ലൊരു നയന മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാണാനുള്ള അവസരവും കിട്ടും. ഇപ്പോൾ ആനവാരി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല സുന്ദരമായ ഒരു പ്രദേശമാണ്. ഇത് ജനങ്ങൾ ധാരാളം ഇവിടെ ഒഴിവു ദിവസങ്ങൾ ആഘോഷിക്കാൻ വരാറുണ്ട്. ഇതിനെല്ലാം നിയന്ത്രിച്ച ഒരു വനംവകുപ്പിൻ്റെയും ജനങ്ങളുടെ ഈ ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിലും കൂടി ആക്കിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി എടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്കും ഇവിടുത്തെ വനം വകുപ്പിനും ഒരു നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ വരുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മദ്യപിക്കാനും മറ്റുള്ള ഇതിനൊക്കെ ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. അത് ഇപ്പോഴത്തെ കാലഘട്ടമാണ്. കാരണം പഴയ കാലത്ത് കുടിയന്മാരെ ചൂഷണം ചെയ്തിരുന്ന ജമ്മിമാരും ഇപ്പോൾ കുടിയന്മാരെ ചൂഷണം ചെയ്യുന്ന സർക്കാരുമാണ്. അത് ഒരു നിയന്ത്രണത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ
നല്ലൊരു ടൂറിസം വികസിപ്പിച്ചെടുക്കാനും ജനങ്ങൾക്കും സർക്കാരിനും നല്ലൊരു വരുമാന മാർഗമായിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. നല്ല സുന്ദരമായ, കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ആനവാരി. കേരളത്തിലെ ഭൂപ്രകൃതി അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇതിൻ്റെ വേഗം വർദ്ധിപ്പിക്കുന്നു. പ്രകൃതിയെ ഒന്ന് നുള്ളി പോലും നോവിക്കാത്ത ലോകത്തിൻ്റെ പുതിയ വിനോദസഞ്ചാര രീതിയായ ഇക്കോ ടൂറിസത്തിന് അനുയോജ്യമായ പ്രദേശമാണ് ആനവാരി. അറുപത് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇവിടെ താമസിച്ചു വരുന്ന ജനങ്ങൾക്ക് ഈ ടൂറിസം പദ്ധതി വരുന്നതോടെ അവരുടെ ജീവിത നിലവാരം ഉയരുന്നതോടൊപ്പം കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള വിനോദസഞ്ചാരികൾക്ക് വളരെ നല്ല ഓർമ്മകളും അനുഭവവും ഈ ആനവാരി യാത്രയിലൂടെ ലഭിക്കും എന്നതിൽ സംശയമില്ല. പ്രകൃതിക്ക് ഒട്ടും തന്നെ ദോഷം ചെയ്യാത്ത ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിലൂടെ നമ്മൾ അടുത്ത തലമുറകൾക്കായി പകർന്നു കൊടുക്കുന്നത് നല്ല മാർഗദർശനവും അവർക്ക് വേണ്ടിയുള്ള കരുതലും സ്നേഹവുമാണ്. അങ്ങനെയാണ് നമ്മൾ പ്രകൃതി മാതാവിനോടുള്ള സ്നേഹം പ്രവർത്തിച്ചു കാണിക്കേണ്ടത്.